ഇറാഖിലെ കുർദിസ്ഥാനിലെ എണ്ണ വ്യാപാര മേഖലയെയും മിഡിൽ ഈസ്റ്റിലെ ഊർജ്ജ സുരക്ഷയെയും പിടിച്ചു കുലുക്കിയ ഒരു വലിയ ദുരന്തത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കുർദിസ്ഥാൻ മേഖലയിലെ ഏറ്റവും വലിയ ഓയിൽ വെയർഹൌസുകളിൽ ഒന്നായ കാസ്ട്രോൾ സംഭരണശാലയ്ക്ക് നേരെ നടന്ന ഡ്രോൺ ആക്രമണം വലിയൊരു നാശത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. ആകാശത്ത് നിന്ന് പറന്നിറങ്ങിയ ചാവേർ ഡ്രോണുകൾ വെയർഹൌസ് കോമ്പൗണ്ടിനുള്ളിൽ പതിച്ചതോടെ നിമിഷ നേരം കൊണ്ട് പ്രദേശം ഒരു അഗ്നിപർവ്വതം പോലെ ജ്വലിച്ചുയർന്നു. ആക്രമണത്തിന്റെ തീവ്രത വെളിപ്പെടുത്തുന്ന വീഡിയോകൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കഴിഞ്ഞു. വെയർഹൌസിനുള്ളിൽ ഡ്രോൺ പതിക്കുന്നതും തുടർന്ന് കൂറ്റൻ സ്ഫോടനത്തോടെ തീഗോളങ്ങൾ ഉയരുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. നിമിഷങ്ങൾക്കുള്ളിൽ കറുത്ത പുക ആകാശത്തെ മൂടുകയും കിലോമീറ്ററുകൾ അകലെ വരെ ദൃശ്യമാകുന്ന രീതിയിൽ തീ പടരുകയും ചെയ്തു. പെട്ടെന്ന് തീപിടിക്കുന്ന ലൂബ്രിക്കന്റുകളും ഓയിലുകളും സൂക്ഷിച്ചിരിക്കുന്ന ഇടമായതിനാൽ തീ നിയന്ത്രണ വിധേയമാക്കുക എന്നത് സിവിൽ ഡിഫൻസ് സേനയ്ക്ക് അസാധ്യമായ ദൗത്യമായി മാറി. മണിക്കൂറുകളോളം നീണ്ടുനിന്ന അഗ്നിബാധയിൽ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ആക്രമണം കേവലം ഒരു പ്രാദേശിക സംഭവം എന്നതിലുപരി പശ്ചിമേഷ്യയിൽ പടരുന്ന വലിയൊരു യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. മേഖലയിലെ ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചറുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാനും അതിന്റെ സഖ്യകക്ഷികളും നടത്തുന്ന നീക്കങ്ങൾ നാറ്റോ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ശക്തികളെ നേരിട്ട് ബാധിക്കുന്നതാണ്. ഇറാഖിലെ കുർദിസ്ഥാൻ മേഖല പാശ്ചാത്യ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും പ്രധാനപ്പെട്ട ഒരു തന്ത്രപ്രധാന കേന്ദ്രമാണ്. അവിടെയുള്ള എണ്ണ സംഭരണശാലകൾ തകർക്കുന്നതിലൂടെ മേഖലയിലെ ഇന്ധന വിതരണത്തെ തടസ്സപ്പെടുത്താനും സാമ്പത്തികമായി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനുമാണ് ആക്രമിക്കൽ ലക്ഷ്യമിടുന്നത്. ഗൾഫ് മേഖലയിലും ഇറാഖിലും വർദ്ധിച്ചു വരുന്ന ഇത്തരം ഡ്രോൺ ആക്രമണങ്ങൾ ആധുനിക യുദ്ധമുറിയുടെ ഭീകരതയാണ് ഓർമ്മിപ്പിക്കുന്നത്. റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് അതിർത്തികൾ കടന്നെത്തുന്ന ചെറിയ ഡ്രോണുകൾക്ക് പോലും വലിയ സാമ്പത്തിക കേന്ദ്രങ്ങളെ തകർക്കാൻ കഴിയുമെന്ന് ഈ സംഭവം തെളിയിക്കുന്നുണ്ട്. കാസ്ട്രോൾ വെയർഹൌസ് പൂർണ്ണമായും നശിച്ചതോടെ വടക്കൻ ഇറാഖിലെ വിതരണ ശൃംഖല താറുമാറായിരിക്കുകയാണ്. ഇത് എണ്ണവിലയിൽ പ്രതിഫലിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. സംഭവത്തിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് കുർദിഷ് അധികൃതർ സംശയിക്കുന്നുണ്ട്. മേഖലയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ ഇറാഖിലെ സുസ്ഥിരത തകർക്കാൻ എണ്ണ കമ്പനികളെയും വിതരണക്കാരെയും ആയുധമാക്കുകയാണ്. രക്ഷാപ്രവർത്തകർ തീയണയ്ക്കാൻ കിണഞ്ഞു ശ്രമിച്ചെങ്കിലും തീപിടുത്തത്തിന്റെ വ്യാപ്തി അത്രമേൽ വലുതായിരുന്നു. വെയർഹൌസ് ജീവനക്കാർക്കും പരിസരവാസികൾക്കും വലിയ ഭീഷണിയാണ് ഈ ദുരന്തമുയർത്തിയത്. പശ്ചിമേഷ്യയിൽ സമാധാന ശ്രമങ്ങൾ പരാജയപ്പെടുകയും ഊർജ്ജ കേന്ദ്രങ്ങൾ യുദ്ധഭൂമികളായി മാറുകയും ചെയ്യുന്നത് ലോകത്തെ തന്നെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത്. നയതന്ത്ര തലത്തിൽ കടുത്ത നടപടികൾ ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇത്തരം ആക്രമണങ്ങൾ കൂടുതൽ തീവ്രമാകാനാണ് സാധ്യത.